ഹലോ എവരിവൺ, IVF ചെയ്യുന്നതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ എഗ് ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ചിലർക്ക് വളരെ നാളുകളായിട്ട് പ്രഗ്നൻ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഓരോ മാസവും റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ എഗ് ക്വാളിറ്റി കുറവായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഇങ്ങനെയൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എഗ് ക്വാളിറ്റി നന്നായില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ IVF ചെയ്തിട്ട് പോലും പ്രയോജനം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് എഗ് ക്വാളിറ്റി കൂട്ടാം. അത് നാച്ചുറലായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരായാലും IVF ചെയ്യുന്നവരായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രായം കൂടുന്നതോറും എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. സ്ത്രീകളെല്ലാം ജനിക്കുന്നത്, അതായത് ഒരു പെൺകുട്ടി ജനിക്കുന്നത് തന്നെ ദശലക്ഷക്കണക്കിന് അണ്ടങ്ങളായിട്ടാണ്. പക്ഷേ ഓരോ പീരീഡ്സ് കഴിയുന്നതോറും ഈ അണ്ടങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രായം കൂടുന്നതോറും ക്വാളിറ്റിയും കുറഞ്ഞു, എണ്ണം മാത്രമല്ല ക്വാളിറ്റി, അതായത് അത് ഗുണനിലവാരം കുറഞ്ഞു വരും. അപ്പോൾ ഈ ക്വാളിറ്റി പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞല്ലോ ഏജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ IVF ആയാലും നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവരായാലും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് കഴിയുന്നതിന് മുമ്പ് തന്നെ അതങ്ങോട്ട് ശ്രമിക്കുക, നന്നായിട്ട് പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ നീട്ടി വെച്ചിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും പ്രായമാകുമ്പോഴത്തേക്കും AMH ആണ് നമ്മുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒരു ഹോർമോൺ ടെസ്റ്റാണ്, ബ്ലഡ് ടെസ്റ്റാണ്. AMH നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് എഗ്ഗ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ, എഗ്ഗ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നേരത്തെ തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാമെന്നുള്ളതാണ് എല്ലാവർക്കും ഞാൻ നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ നീട്ടി വെക്കാതെ നേരത്തെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ശ്രമിക്കുക. ഇനി 6 മാസത്തിനപ്പുറം ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ 1 വർഷം വരെ ശ്രമിച്ചിട്ട് കുട്ടികളാകുന്നില്ലാണെങ്കിൽ നേരെ പോയിട്ട് ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യുക. എന്നിട്ട് ആവശ്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ലൈഫിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുക. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മൾ ഡയറ്റ്, നമ്മൾ നന്നായിട്ട് ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എഗ് ക്വാളിറ്റി ഒരു പരിധി വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള സ്റ്റൈൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തന്നെ നമുക്ക് എഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫാറ്റ്സ് ആണ് നമുക്ക് ധാരാളമായിട്ട് വേണ്ടത്. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നിങ്ങൾക്കറിയാം, അവക്കാഡോ, വാൾനട്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ബദാം, ഇതൊക്കെ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ തേങ്ങയും വെളിച്ചെണ്ണയും തന്നെ നല്ല ഹെൽത്തി ഫാറ്റ് തന്നെയാണ്. അത് നന്നായിട്ട് കഴിക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ എഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് സുലഭമായി പണ്ട് നല്ല വിലക്കുറവിലൊക്കെ കെട്ടിക്കൊണ്ടുവന്ന മത്തിയാണ്. ഇപ്പോൾ ചില സമയത്ത് മത്തി അങ്ങ് കയറി പോവാറുണ്ട്. എങ്കിൽ തന്നെ നമ്മുടെ മത്തി ഒക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് നന്നായിട്ട് കിട്ടും. അതുപോലെ എഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് നമ്മൾ നല്ല മീനുകളൊക്കെ കഴിക്കാം. അപ്പോൾ IVF തയ്യാറെടുക്കുന്നവർ എന്തായാലും നമ്മുടെ നാടൻ മീനുകളൊക്കെ കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ IVF സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വറുത്തത് അധികം കഴിക്കാതിരിക്കുക. ഈ മീൻ വെച്ച് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. വറുത്തത് കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ ഈ മെഡിസിൻസ് എല്ലാം കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ചിലർക്ക് ഏജ് കൂടിയിട്ടൊക്കെയാണ് IVF ട്രൈ ചെയ്യുന്നതെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വേവിച്ച് കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഏജ് നേരത്തെ തന്നെ ശ്രമിക്കുക. രണ്ടാമത്തെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക. മൂന്നാമത്തെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മത്തിയിലാണുള്ളത്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ കഴിക്കുക. പിന്നെ നമ്മൾ ഫോളിക് ആസിഡ്, അയണൊക്കെ ധാരാളമായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് മുരിങ്ങയില, ചീര, ഇവയൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇലക്കറികൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബ്രോക്കോളി, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ട് കാൽസ്യം വേണ്ടി വരും, അയൺ വേണ്ടി വരും. പിന്നെ നമുക്ക് എനർജി വേണമല്ലോ, കാർബോഹൈഡ്രേറ്റും വേണം. അപ്പോൾ അത് വണ്ണം കൂടും എന്നുള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യത്തിൽ ഇച്ചിരി മിതപ്പെടുത്താം. എന്നാലും മറ്റു പ്രശ്നങ്ങളൊന്നും ആൾക്കാർക്ക് എനർജി ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്. അതായത് ചോറ്, കഞ്ഞി, പിന്നെ റാഗി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. റാഗിയിൽ കാൽസ്യം റിച്ച് സോഴ്സുമാണ്, അതുപോലെ അയണും സോഴ്സുമാണ്. അപ്പോൾ പണ്ട് കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കും, വലിയ ആൾക്കാർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ റാഗി കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ, നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോട്ടീൻസ് നമ്മുടെ നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചെറുപയർ, പാവങ്ങളുടെ വെജിറ്റേറിയൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ചെറുപയർ. പിന്നെ കടല,
പയറ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്താം. ഇതെല്ലാം തന്നെ ഇക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. പിന്നെ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു. മൂന്നാമതായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈലായിട്ട് മോഡിഫിക്കേഷൻസ് വരുത്തണം. അതായത് എല്ലാ ദിവസവും കൃത്യമായിട്ട് സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക, കൃത്യസമയത്ത് എണ്ണിക്കാൻ ശ്രമിക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാം. രാത്രി 11 ശേഷം ഉറങ്ങാതിരിക്കുക, ഫോണ് അധികം ഉപയോഗിക്കാതിരിക്കാം. വേറെ കൊണ്ടല്ല, നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റായിട്ട് നടക്കും, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ നടക്കും. അപ്പോൾ നമുക്ക് നല്ല നല്ല എഗ്ഗുകൾ കിട്ടാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് റിമൂവ് ആവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൃത്യസമയത്ത് ഉറങ്ങാനൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ വേറെ ടോക്സിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഇത് പറയാൻ ഉൾപ്പെടുത്താം. ടോക്സിൻ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ദിവസം ഡിവോമിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് എത്ര ശ്രമിച്ചിട്ടും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കാത്തവരൊക്കെ ഒരു ദിവസം ഡിവോമിങ് ചെയ്യുക. അതായത് ശരീരം ഒന്ന് ശുദ്ധീകരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. അത് നമ്മുടെ ആയുർവേദമൊക്കെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസിലും ഡിവോമിങ് ടാബ്ലറ്റ്സ് ഒക്കെ IVF മുന്നേ തരാറുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് IVF പ്രിപ്പറേഷൻ ആയാലും പിന്നെ നോർമൽ ആയാലും നമ്മൾക്ക് പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നതിന് 3 മാസം മുന്നേ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കുക. IVFന് ചെല്ലുമ്പോൾ എന്തായാലും തരും. അപ്പോൾ അതുകൊണ്ട് 3 മാസം മുന്നേ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് കഴിക്കുക. പിന്നെ ഞാൻ എൻ്റെ IVF ട്രീറ്റ്മെൻറ്റിൽ ഇക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ട് വേറെ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ C കഴിച്ചിട്ടുണ്ടായി, വിറ്റാമിൻ D കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോളിക് ആസിഡ് തന്നെ ഫോൾസേഫ് D എന്ന് പറഞ്ഞ സാധനമാണ് കഴിച്ചിരുന്നത് കേട്ടോ. അത് ഒത്തിരി വില കൂടിയ സാധനമാണ്. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ക്വാളിറ്റി കൂടാൻ അങ്ങനെ എന്തൊക്കെയോ മെച്ചപ്പെട്ട സാധനങ്ങളാണ്. പിന്നെ അങ്ങനെ ഇതെല്ലാം ഡോക്ടർ നിർദ്ദേശാനുസരണം എസെൻഷ്യൽ ആയിട്ടുള്ള വിറ്റാമിൻസ് കൂടി നമ്മുടെ ഉൾപ്പെടുത്തുക. അതും നല്ലതായിരിക്കും. പിന്നെ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഈ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സാധ്യമല്ല. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ പിന്നെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രൊജസ്ട്രോൺ വേണം നമുക്ക് ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് എല്ലാത്തിനും. അതുകൊണ്ട് കൂടി പ്രഗ്നൻ്റ് ആകാൻ സാധിക്കാത്തത്. അപ്പോൾ സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കുക. അതിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഉറങ്ങുക. പിന്നെ അത്യാവശ്യം യോഗ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ, അതായത് വലിയ യോഗസ് അല്ല ഞാൻ പറയുന്നത്, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എഴുന്നേറ്റിട്ടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഡെയിലി 10 മിനിറ്റ് നടക്കാം. PCODയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നടക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എക്സസൈസും ആൻഡ് ഡയറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ PCODക്കാർക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൂടി ചെയ്യുക. അതിപ്പോൾ IVFലായാലും നാച്ചുറൽ പ്രഗ്നൻസി ആയാലും അതുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുക. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം സർവേശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ എന്തായാലും പ്രഗ്നൻ്റ് ആകും എന്ന വിശ്വാസത്തിൽ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് സമയം കളയാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ IVF ആൻഡ് പ്രഗ്നൻസി ടിപ്സിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.